എന്താണ് ട്രംപ് ബഹളം കൂട്ടുന്ന ഈ താരിഫ് എന്ന് പറയുന്നത്? എന്തിനാണ് ആഗോള താരിഫ് വർദ്ധിപ്പിച്ചത്? അമേരിക്കൻ വിപണി തലകുത്തി ഇപ്പോൾ വീഴാനാണ് പോകുന്നത്. ട്രംപിന്റെ പരിഷ്കാരങ്ങൾ ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഒരു കാര്യവും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് ഇത് തിരിച്ചടിയാവുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് വരുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണി 1600 പോയിന്റിലധികം ഇടിഞ്ഞിരുന്നു. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഓഹരി വിപണി ഇത്രയും ഇടിയുന്നത്. എന്നാൽ ഓഹരി വിപണി കുതിച്ചുയരാൻ പോകുന്നു എന്നാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ കാര്യങ്ങൾ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗിയെ പോലെ ആയിരുന്നു എന്നാണ് ട്രംപ് വിശദീകരിക്കുന്ന കാര്യത്തിലുള്ളത്. ഉയർന്ന താരിഫ് ഒഴിവാക്കാനായി അമേരിക്കയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികളെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. രാജ്യത്തേക്ക് ട്രില്യൺ കണക്കിന് നിക്ഷേപം എത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലനിൽക്കുന്ന പ്രതീക്ഷ. വിവിധ രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് ചുമത്തുന്ന ചുങ്കവും തിരിച്ച് അമേരിക്ക ചുമത്തുന്ന ചുങ്കവും ഉൾപ്പെടെ ഉള്ള പട്ടിക ട്രംപ് ബുധനാഴ്ച പുറത്തുവിട്ടിരുന്നു. താരിഫ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 26% US ചുമത്തിയ പകരച്ചുങ്കം. ട്രംപിന്റെ വീക്ഷണത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നതിന്റെ പകുതി മാത്രമാണിത്. പകരച്ചുങ്കം വർദ്ധിപ്പിച്ചതിനുള്ള ഇന്ത്യയുടെ പ്രതികരണവും വളരെ സൂക്ഷിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തീരുവ വർധന വലിയൊരു തിരിച്ചടിയല്ലെന്നും മറികടക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്നുമാണ് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ. ട്രംപിന്റെ വീക്ഷണത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നതിന്റെ പകുതി മാത്രമാണിത്. പകരച്ചുങ്കം വർദ്ധിപ്പിച്ചതിനുള്ള ഇന്ത്യയുടെ പ്രതികരണവും വളരെ സൂക്ഷിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തീരുവ വർധന വലിയൊരു തിരിച്ചടിയല്ലെന്നും മറികടക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്നുമാണ് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ. വ്യാപാര രംഗത്തെ എതിരാളികളുമായി താരതമ്യപ്പെടുത്തിയാൽ ഭേദമാണ് ഇന്ത്യയുടെ അവസ്ഥ. ട്രംപിന്റെ പകര തീരുവയുടെ ഏറ്റവും വലിയ ഇരകൾ കംബോഡിയയും ബോട്സ്വാനിയയുമാണ്. ചൈനയ്ക്ക് 34% തീരുവയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ നേരത്തെ തന്നെ 20% തീരുവ പ്രഖ്യാപിച്ചിരുന്നതിനാൽ ഫലത്തിൽ ചൈന നൽകേണ്ട തീരുവ 54% ആവും. ചൈന ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലുമാണ് ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ അമേരിക്കയുമായി നടക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളിലാണ്. ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബറോടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. BDA വിജയകരമായി നടപ്പായാൽ കയറ്റുമതിയെ ആധാരമാക്കിയ ഫാർമസ്യൂട്ടിക്കൽ IT മേഖലകളിൽ ഗണ്യമായ നേട്ടം ഉണ്ടാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ തന്നെ ഇന്ത്യ മുൻകരുതൽ നടപടികൾ എടുത്തിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ബേബൺ വിസ്കിയുടെ ഇറക്കുമതി തീരുവ 150% നിന്നും 100%, ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകളുടെ തീരുവ 50% നിന്നും 30% കുറച്ചു. താരിഫ് യൂറോപ്പിൽ വിലക്കയറ്റമുണ്ടാക്കും. അതേസമയം ട്രംപ് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പുതിയ താരിഫിൽ സന്തുഷ്ടനാണ് എന്നാണ്. ബ്രിട്ടന്റെ മേൽ 10% മാത്രമാണ് ട്രംപ് താരിഫ് ചുമത്തിയത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. വിദേശത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് വരുന്ന സാധനങ്ങളുടെ നികുതിയാണ് താരിഫ്. സർക്കാരിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയാണ് ഇത് അടയ്ക്കുന്നതും. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യത്തിന്റെ 1%ത്തിലാണ് സാധാരണയായി താരിഫ് നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് 30,000 പൗണ്ട് വിലയുള്ള ഒരു കാറിന് 10% താരിഫ് ഏർപ്പെടുത്തിയാൽ അത് 33,000 പൗണ്ട് ആവും. വിദേശത്ത് നിന്ന് US-ലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഏപ്രിൽ 5 മുതൽ 10% കുറഞ്ഞ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. പുതിയ താരിഫുകളിലൂടെ അമേരിക്കൻ ഖജനാവിന് 4.5 ട്രില്യൺ പൗണ്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാലും അമേരിക്കൻ വിപണിയെ ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കയ്ക്ക് താരിഫ് എങ്ങനെ ദോഷകരമാകും എന്നുകൂടെ നമുക്ക് നോക്കാം. മറ്റ് രാജ്യങ്ങൾ പതിറ്റാണ്ടുകളായി തങ്ങളെ കൊള്ളയടിച്ചതാണെന്നും അമേരിക്കയെ വീണ്ടും സമ്പന്നമാക്കാൻ വേണ്ടിയാണ് താരിഫ് നടപടികൾക്ക് രൂപം നൽകിയത് എന്നുമാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയും മറ്റ് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ന്യായമല്ലാത്ത വ്യാപാര രീതികൾ അവസാനിപ്പിക്കുന്നതിനാണ് പുതിയ തീരുവ ഏർപ്പെടുത്തിയത് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ താരിഫുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ആഗോള സ്വാതന്ത്ര്യ വ്യാപാര ക്രമത്തെ നശിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊരു ആഗോള വ്യാപാര യുദ്ധമായി മാറുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ പുതിയ വിപണി തേടാൻ നിർബന്ധിതരാകുമെന്നും സൂചനയുണ്ട്.